നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. RB ലൈപ്സിഗ് നടത്തിയ കനത്ത പോരാട്ടത്തെ അതിജീവിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ 14 വർഷത്തെ കണക്കെടുത്താൽ അതിൽ 12ാം തവണയും റയൽ ഇതാ UCLന്റെ ക്വാർട്ടറിലേക്ക്. ആകെ 2 തവണ മാത്രമാണ് ഈ കാലയളവിൽ അവർ ക്വാർട്ടർ ഫൈനലിൽ കാണാതെ പോയത്. അത് 2018-19 സീസണിലും 2019-20 സീസണിലുമായിരുന്നു. ആ 2 തവണയും റൗണ്ട് ഓഫ് 16ലാണ് അവർ പുറത്തായത്. ഇപ്പോഴിതാ തങ്ങളുടെ 15ാം UCL കിരീടത്തിനുള്ള ശ്രമം റയൽ മാഡ്രിഡ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇന്നലെ സാന്റിയാഗോ ബെർണാബുവിൽ നടന്ന റൗണ്ട് ഓഫ് 16 രണ്ടാം പാദ മത്സരം 1-1 സമനിലയിലാണ് അവസാനിച്ചത്. ആദ്യ പാദത്തിൽ 1-0 വിജയം, അങ്ങനെ അഗ്രിഗേറ്റ് 2-1 വിജയവുമായിട്ട് റയൽ മാഡ്രിഡ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുമ്പോൾ നല്ല ഫൈറ്റ് ബാക്ക് നടത്തി എന്നുള്ളത് മാത്രമാണ് RB ലൈപ്സിഗിനെ ആശ്വസിക്കാനായിട്ടുള്ളത്. കളിയിൽ വിനി ജൂനിയർ ആണ് റയൽ മാഡ്രിഡിന്റെ ഗോൾ കണ്ടെത്തിയത്. അതേസമയം ഓർബാനാണ് RB ലൈപ്സിഗിന്റെ ഗോൾ നേടിയത്. 65ാമത്തെ മിനിറ്റിൽ ആദ്യപകുതി ഗോൾ രഹിതമാണ്. 65ാമത്തെ മിനിറ്റിൽ ബെല്ലിംഗ്ഹാമിന്റെ അസിസ്റ്റിൽ നിന്നാണ് വിനി ജൂനിയറുടെ ഗോൾ പിറക്കുന്നതെങ്കിൽ 68ാമത്തെ മിനിറ്റിൽ തന്നെ ഓർബാനിലൂടെ RB ലൈപ്സിഗ് മടക്കിയടിച്ചു കളിയെ ലൈവാക്കി നിർത്തിയിരുന്നു. അവരുടെ പിന്നീടുള്ള ശ്രമങ്ങൾ പക്ഷേ വലയിലേക്ക് എത്താതെ പോയി. റൂഡിഗറുടെ ആ ഒരു വളരെ ക്രൂഷ്യലായ ഡബിൾ ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഫൈറ്റിംഗ് നടത്തി. പക്ഷേ റൂഡിഗർ അടങ്ങുന്ന റയലിന്റെ ഡിഫൻസും മറ്റുമൊക്കെ അവർക്ക് പ്രതിബന്ധമായിട്ട് നിൽക്കുകയായിരുന്നു. ഒടുവിൽ 20 ഷോട്ടുകൾ ഉതിർത്തിട്ടും ഗോളിലേക്ക് വീണ്ടും വഴി തുറക്കാൻ കഴിയാതെ വന്നപ്പോൾ 1-1 സമനിലയിൽ അവസാനിച്ച മത്സരം 2-1 അഗ്രിഗേറ്റ് തോൽവിയുമായിട്ട് RB ലൈപ്സിഗ് പുറത്തേക്ക്. റയൽ മാഡ്രിഡ് ഇതാ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഒരിക്കൽ കൂടി കടന്നുപോയിരിക്കുന്നു. ഏതായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി മികവിലേക്ക് എത്തേണ്ടതുണ്ട്. അവരുടെ അടുത്ത മത്സരം ലാലിഗയിൽ സെൽറ്റാ വിഗോക്കെതിരെയാണ്. ഈ വരുന്ന ഞായറാഴ്ചയാണ് ആ കളി. പക്ഷെ ആ കളിക്ക് ജൂഡ് ബെല്ലിംഗ്ഹാം ഉണ്ടാവില്ല എന്നത് അവർക്കൊരു തിരിച്ചടിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിലെ ഇൻസിഡൻസിന്റെ ബാക്കി പത്രമായിട്ട് 2 മത്സരങ്ങളുടെ വിലക്കാണ് ഇപ്പോൾ ലാലിഗ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.